ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കിട്ടോ. നമ്മൾ സിയാറത്തിന് പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാനും കാണുമ്പോഴേക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിൽ എല്ലാവരും കൂടി ഒരു സിയാറത്ത് പോണ ഒരു വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഒരു 3:30 മണിയാകുമ്പോഴൊക്കെ നീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരൊക്കെ ആയി കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ നല്ല കട്ടൻ ചായയും പുട്ടും ബീഫും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുടിച്ച് ചായയൊക്കെ കുടിച്ചിങ്ങാണ്ട് ബാങ്ക് കൊടുത്ത പാട് നിസ്കരിച്ചിങ്ങാണ്ടാണ് ഇറങ്ങണത്. അപ്പോൾ കുയിസർ അവിടെ വന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ടായിട്ട് നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ സിയാറത്തിന് പോയതിൻ്റെ ശേഷം അവിടെ ചെന്നിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ നിന്നൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് ഭാഗമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കുയിസറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി എല്ലാവരും അതിലൊക്കെ കയറിയിരുന്നു. കുട്ടികളൊക്കെ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. എളുപ്പം നീച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ. എവിടേക്കെങ്കിലും പോകാണ്ടെങ്കിൽ പിന്നെ അവരൊക്കെ എളുപ്പം നീക്കുമല്ലോ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടോ. അപ്പോൾ കുറ്റിപ്പുറ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 6 മണിക്കാണ് ട്രെയിൻ. നമ്മളൊരു 5:15 വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. 6:09 ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ എല്ലാവരും ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ സമയമായി തുടങ്ങും കേട്ടോ. അപ്പോൾ പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് നേരം ഇവിടെ നിന്ന് വീഡിയോ എടുക്കലും അതുപോലെ ഫോട്ടോ എടുക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സിയാറത്തിൻ്റെ അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ലാതെ വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ കഴിയില്ല. ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കാൻ താല്പര്യമുള്ളവരും ഇല്ലാത്തവരൊക്കെ ആയിട്ടാണ് ഈ കാലം. അങ്ങനെ ട്രെയിനിലൊക്കെ കയറിയിട്ട് നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരു ഭാഗത്ത് തന്നെയായിരുന്നു ഇരുന്നിരുന്ന നാടിൻ്റെ കുട്ടികളെ കണ്ട് എൻജോയ് ചെയ്ത് എല്ലാം അടിപൊളിയായി. അങ്ങനെ പുറത്തത്തെ കാഴ്ചകൾ കാണാനൊക്കെ നല്ല ഭംഗിയാണ്, നല്ല പച്ചപ്പുള്ളവരെ. അപ്പോൾ നമ്മൾ തലേ ദിവസം ഒരുപാട് നേരം വൈകിട്ടൊക്കെയാണ് കിടന്നിട്ടുള്ളത്. പഴംപൊരിയും കുഴപ്പവും എല്ലാം ഉണ്ടാക്കുന്നതൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ട്രെയിനിൽ നിന്ന് എല്ലാവരും ഇങ്ങനെ കഴിക്കണമൊക്കെ ഉണ്ടായിരുന്നിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനിൽ നിന്ന് ഇങ്ങനെ ഒന്നും വാങ്ങിക്കുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് വാങ്ങുന്നത് അത്രയും നല്ലതായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ പഴംപൊരിയും കുയ്യപ്പൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ ഓരോക്കെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാസർഗോഡാണ് പോണത്. അപ്പോൾ അവിടുന്ന് പിന്നെയാണ് കയറുന്നത്. അപ്പോൾ അവിടെ സിയാറത്തിന് പോകാൻ വേണ്ടി ഒരു കാസർഗോഡ് മാലിക് ദിനാർ എന്ന് പറഞ്ഞ പള്ളിക്കാണ് കേട്ടോ ആദ്യമൊക്കെ പോണത്. അപ്പോൾ അവിടേക്ക് യാത്ര എന്ന് പറഞ്ഞാൽ ഒരു 12 മണി വരെ ഉണ്ട്. 6 മണിക്ക് കയറിയിട്ട് അപ്പോൾ ഒരുപാട് സ്റ്റേഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മക്കൾ വരെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിൽ ഉൾപ്പെടുത്തിയതാണ്. ട്രെയിനിൽ പോകുകയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഭയങ്കര ഒരു സന്തോഷമാണ്. ആർക്കും കുയിസറായാലും ബസ്സാണെങ്കിലും അത് വലിയൊന്നും ഇഷ്ടമില്ല. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ വരെ കുയിസറിൽ പോന്നിട്ട് അപ്പോൾ വീടൊക്കെ കൂട്ടിയിട്ടാണ് പോന്നിട്ടുള്ളത്. എല്ലാവരും ഉണ്ടായിരുന്നു. ഉപ്പയും വീട്ടിലുള്ള എല്ലാവരും കൂടിയിട്ടാണ്. അപ്പോൾ സ്വന്തം വീട്ടിൽ വന്നിട്ടുള്ള എല്ലാവരും കൂടി പോകുന്ന ഒരു സിയാറത്ത് ടൂറാണിത്. നമ്മൾ പെരുന്നാളിന് പോകാമെന്ന് വിചാരിച്ചിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ പെരുന്നാൾ 2ാം പെരുന്നാൾക്ക് രാവിലെ വന്നിങ്ങാണ്ട് പെരുന്നാളൊക്കെ കൂടി ഒരു ദിവസം നിന്നിട്ട് പിറ്റേ ദിവസം ഈ സിയാറത്തിന് പോണത്. കുട്ടികളൊക്കെ കണ്ടില്ല, നല്ല സന്തോഷത്തിലാണ്. അവർക്ക് ചായ ഒക്കെ വാങ്ങിക്കൊടുത്ത് ഞാൻ കൂടുന്ന കടി കൂട്ടിയിട്ട്
അങ്ങനെ ഇതാ നമ്മൾ കാസർഗോഡൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ട്രെയിനൊക്കെ ഇറങ്ങി ഇങ്ങനെ പോവുകയാണ്. ഒന്ന് വണ്ടിയൊക്കെ വിളിച്ചിട്ട് വേണം ഒന്ന് സിയാറത്തിന് പോകാൻ. അപ്പോൾ വണ്ടിയിൽ പോകുന്നതിനായിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറിയിട്ടുണ്ടായി കേട്ടോ. എല്ലാവർക്കും 10 വെള്ളം ഹലോ ഗായ്സ്, നമ്മള് എത്തിയിട്ടുണ്ട്. കാസർഗോഡ് പള്ളിയാണ്. അതിലൊരു കുഴപ്പമുണ്ട്. അപ്പോൾ ചെന്നിറങ്ങിക്കന്നെ ആദ്യം ചായയൊക്കെ കുടിച്ചിട്ടോ. പിന്നെ അത് സിയാർത്തൊക്കെ കഴിഞ്ഞ് കൊണ്ട് വരുമ്പോഴാണ് ചോറുന്നത്. അപ്പോൾ ചോറ് ഹോട്ടലിൽ കയറിയപ്പോൾ ബിരിയാണി മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ബിരിയാണി കഴിക്കാനെടുത്ത് വാങ്ങിയിട്ടോ. ഓരോ ബിരിയാണി എല്ലാവർക്കും വാങ്ങി. പിന്നെ ഹാഫും വാങ്ങി കഴിച്ച്. അപ്പോൾ അവിടെ ബിരിയാണി കിട്ടുന്നത് അങ്ങനെ ഒരു പാത്രത്തിലായിട്ട് 2 കുഴിയുള്ള പാത്രം ഉണ്ടല്ലോ അതിലായിരുന്നു. അപ്പോൾ ഉള്ളി ഒരു പാത്രത്തിലാക്കിയിട്ട് വെക്കണമൊന്നുമില്ല, നമ്മളാ കുഴിയിലുണ്ടല്ലോ അതിൽ തന്നെ വെച്ച് കണ്ടാണ് വെച്ചത്. ഒരേ നാട്ടിൽ ഒരേ ഐറ്റം പോലെ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് റാഹത്തായിട്ട് ഇവിടെ കുറച്ച് സിയാർത്തും കൂടെ പോയിക്കൊണ്ട് പിന്നെ അവിടുന്ന് പോവട്ടോ. പിന്നെ അവിടുന്ന് പോണതൊന്നും അങ്ങനെ ഫുള്ള് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇടയിലൊക്കെ ഇങ്ങനെ ഓരോ വീഡിയോ എടുത്തിട്ടുള്ളൂ. എന്നിട്ടോ ഒരുപാട് ആൾക്കാരാണ്. പിന്നെ അവിടെ നിന്നൊക്കെ നിന്നുകൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ നല്ല പാട് തന്നെയാണ്. ഒരു ഇഷ്ടം ചെയ്യാത്തവരൊക്കെ ഓരോ വീഡിയോയിലൊക്കെ പേടിച്ചിട്ട് പിന്നെ അങ്ങനെ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ അനിയത്തിമാരും ഞങ്ങളെല്ലാവരും ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിക്കണം. ഓരോ കൂട്ടി ഡ്രസ്സും ഇതിനൊക്കെ വേണ്ടിയിട്ട് ബാഗൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വേണ്ട സാധനങ്ങളൊക്കെ വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാ അവിടുന്ന് പിന്നെ ഞങ്ങൾ കാസർഗോഡ് നിന്ന് ഞങ്ങൾ ട്രെയിനൊക്കെ കയറി ഇവിടെ എത്തി. അങ്ങനെ കാസർഗോഡത്തെ സിയാറത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കർണാടകയിലെത്തിയിട്ടുണ്ട്. കർണാടക മംഗലാപുരം കേട്ടോ. അവിടെ ഉള്ളാളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെ വന്നതിൻ്റെ ശേഷം അവിടെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ബാക്ക് വശമാണിത്. അപ്പോൾ നല്ല ഭംഗിയുള്ള നല്ല സ്ഥലങ്ങൾ കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് നേരമൊക്കെ അവിടെ അങ്ങനെ നിന്ന് നല്ല കാഴ്ചകളൊക്കെ ഇരുന്ന് നല്ല പുഴയൊക്കെ ഉണ്ടായിരുന്നു. നല്ല തണുപ്പുള്ള കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കലൊക്കെ ഇരുന്ന്. അപ്പോൾ അവിടെ നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളായിരുന്നു. അപ്പോൾ യാറത്തിൻ്റെ ഭാഗവും അതുപോലെ പള്ളീൻ്റെ ഭാഗത്തുനിന്നൊന്നും വീഡിയോ ഒന്നും വല്ലാതെ എടുത്തിട്ടില്ല കേട്ടോ. അവിടെയൊക്കെ ഒരുപാട് ജനങ്ങളാണ്. അപ്പോൾ ഇവരൊക്കെ വീഡിയോയിലൊക്കെ ഇനി കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ വന്നിറങ്ങിയ പാടെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിയിൽ പൊറോട്ടയും ബീഫൊക്കെയാണ് കഴിച്ചത്. പിന്നെ അങ്ങനെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഹോട്ടലൊക്കെ കയറുമ്പോൾ ഒരുപാട് ജനങ്ങളായിരുന്നു. അപ്പോൾ അവിടെ ഒന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് പിറ്റേ ദിവസമാണ് പോരുന്നത്. പിന്നെ പിന്നത്തെ വീഡിയോ ഒന്നും ഫോൺ ഉപയോഗിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഫോണിൽ ചാർജ് തീർന്നിട്ടുണ്ടായിരുന്നു. ഫോണൊക്കെ സ്വിച്ച് ഓഫായി. അപ്പോൾ വീട്ടുകാരൊപ്പമുള്ള ഈ സിയാർത്ത് ടൂറ് കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് എടുത്ത് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാതെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.